ഹായ് പ്രിയ ചങ്കളെ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നിലങ്കോടാണ് കേട്ടോ. അപ്പോൾ ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ നാളെ ജൂൺ 1 നാളെ അന്നദാന മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നാളെ ജൂൺ 1, അപ്പോൾ അന്നദാനം മഹാദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരുന്നിലങ്കോട്ട് അപ്പൻ്റെ സന്നിധിയിൽ നാളെ അന്നദാന മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ നാനാജാതി മതസ്ഥർക്കും, അതായത് ജാതി മതം ഭേദമെന്ന് ആർക്കും ഇരുന്നിലങ്കോട്ട് അപ്പൻ്റെ സന്നിധാനത്ത് വന്ന് ഒരു പിടി ഭക്ഷണം കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും ഇരുന്നിലങ്കോട്ട് അപ്പൻ്റെ സന്നിധാനത്തിലേക്ക് നാളെ സ്വാഗതം. ജൂൺ 1 കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ വിവരങ്ങളും നമ്മുടെ അമ്പല കമ്മിറ്റി ഭാരവാഹികളോട് ചോദിച്ചു നോക്കാം. ഇത് എത്രാമത്തെയാണ്, എത്ര ടൈമിന് തുടങ്ങും, എന്താണെന്നൊക്കെ നമുക്കൊന്ന് വിശദീകരണമായി ചോദിച്ചു നോക്കാം. നമ്മുടെ രാഘവേട്ട ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചങ്കുകളെ, അപ്പോൾ നമ്മുടെ ഇരുന്നിലങ്കോട്ടപ്പൻ്റെ സന്നിധിയിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിയ രാഘവേട്ട ഇവിടെ ഉണ്ട്. അപ്പോൾ രാഘവേട്ടനോട് നമുക്ക് ഇത് എത്രാം വർഷമാണ്, എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളതൊക്കെ നമുക്ക് രാഘവേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാട്ടോ. രാഘവേട്ട, അപ്പോൾ നമുക്ക് ഇത് എത്രാം വർഷമാണ് നമ്മളിവിടെ അന്നദാനം നടത്താൻ പോകുന്നത്? ഈ വരുന്ന അന്നദാനം ജൂൺ 1, നാളെ തിങ്കളാഴ്ച, നാളെയാണ് അതിന് 30ാമത് അന്നദാന വാർഷികം. ഒരു ദിവസം പോലും മുടവ് കൂടാതെ 30 വർഷം നമ്മൾ പിന്നിടാണ്. ഭഗവാന്റെ അനുഗ്രഹം, ഭക്തജനങ്ങളുടെ സഹായ സഹകരണം, അതുകൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ട് പോകുന്നത്. എല്ലാം ഈ ഭഗവാൻ അന്നദാനത്തിൻ്റെ ആളാണ്. ഇവിടെ വരുന്നതൊക്കെ എൻ്റെ കുട്ടികളാണെന്നും അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്നും ഭക്ഷണത്തിനുള്ള വക ഞാൻ എത്തിക്കാമെന്നും നിങ്ങൾ വെച്ച് വിളമ്പി കൊടുത്താൽ മതി കമ്മിറ്റിയോട്. അതാണ് ഞങ്ങൾ പാലിച്ചു കൊണ്ടുവരുന്നത്. എത്ര ആൾ വന്നാലും ഒരാളെ പോലും മടക്കി അയക്കരുത്. എൻ്റെ ഒരു കുട്ടിയെ പോലും മടക്കി അയച്ചാൽ എനിക്കത് ഇഷ്ടമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എൻ്റെ പൂജ മുടങ്ങിക്കോട്ടെ, നിവേദ്യം മുടങ്ങിക്കോട്ടെ, പക്ഷേ എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, ഒരാളെ പോലും മടക്കി അയക്കരുത്. ഞങ്ങളത് ശരിക്കും പാലിച്ചു വരുന്നു. ഇന്ന് ജനങ്ങൾ ഈ അമ്പലത്തിന് ഇനി എന്ത് വേണമെന്ന് ചോദിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നാളെ നടക്കുന്ന ഈ മഹോത്സവം 30ാമത്തെ മഹോത്സവം ഭക്തി ബഹുമാനത്തോടു കൂടി കൊണ്ടാടാനാണ് ആഗ്രഹിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരും. വേറൊരു വിശേഷം കൂടി ഇതിലുണ്ട്. നാളെ വരുന്ന ആൾക്കാരെയൊക്കെ ഭഗവാൻ ഒന്ന് വീക്ഷിക്കും. ആരൊക്കെയാണ് ഈ 30ാമത്തെ അന്നദാനത്തിൽ പങ്കുചേരുന്നതെന്ന് ഭഗവാന്റെ ഒരു വീക്ഷണമുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നവർ മുഴുവൻ ഭഗവാന്റെ ആ വീക്ഷണത്തിൽ പെടും. അതുകൊണ്ട് എല്ലാവരും എത്തിച്ചേരുക. കുടുംബസമേതം ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരാൻ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഈ അമ്പലം 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് ആർക്കും പൂജിക്കാം, ആർക്കും നിവേദിക്കാൻ ആദ്യം പ്രഖ്യാപിച്ചത് ഇരുന്നിലങ്കോട്ടപ്പനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവൈശ്വര്യവും തരുന്ന ഈ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ രാഘവേട്ട, നാളെ രാവിലെ എത്ര മണിക്ക്? 10 മണിക്ക് തുടങ്ങും. അപ്പോൾ നമ്മുടെ ചങ്കുകളെ, നാളെ ഒരു ചെണ്ടമേളം ഉണ്ട്, പിന്നെ ഇവരുടെ ഭജനയുണ്ട്, ഭജന സംഘത്തിന്റെ. 10 മണിക്ക് തന്നെ ഒരു തടസ്സം കൂടാതെ അന്നദാനം തുടങ്ങാനുള്ള എല്ലാ സെറ്റപ്പുകളും തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചങ്കുകളെ, രാവിലെ നേരത്തെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ മുള്ളൂർക്കര ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് എല്ലാവരും എത്തിക്കോളൂ. നാളെ രാവിലെ മുതൽ പ്രോഗ്രാമുകളുണ്ട്. അതേപോലെ തന്നെ 10 മണിക്ക്, കറക്റ്റ് 10 മണിക്ക് തന്നെ അന്നദാനം നടക്കുന്നതാണ് അമ്പല കമ്മിറ്റിയുടെ നിർദ്ദേശവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നാളെ ഒരുമിച്ച് ഇരുന്നിലങ്കോട് അമ്പലത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി കാണും വരെ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. ഭഗവാൻ എല്ലാവരും എത്തിച്ചേരാൻ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.
നമുക്ക് പരിപാടി എപ്പോഴും ഉഷാറാവല്ലേ വേണ്ടത്. നമ്മളും വിഗ്രഹം വെച്ച് പൂജിക്കുന്നുണ്ട്, ഫോട്ടോ വെച്ച്